ഹലോ ഓൾ, വെൽക്കം ടു ICA ക്ലാസ്സസ്. നമുക്കറിയാം PSC അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? സോ നമ്മുടെ പ്രിപ്പറേഷൻ ഫോർ AP ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ തുടങ്ങിയിരിക്കണം. ഓക്കെ അല്ലേ? ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ബേസിക് സിവിൽ, അതായത് ഈ തവണത്തെ സിലബസ് പറയാൻ നോക്കുകയാണെങ്കിൽ അതിൽ സർവേ ഉണ്ടാവും, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ആൻഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ അതും സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് വരുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് APയിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിലെ സർവേ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ഓക്കെ, സോ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻസും നമുക്കൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, മിസ് ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. ഓക്കെ അല്ലേ? ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് മുമ്പുള്ള APയിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ഇതിന് മുമ്പ് നടന്നിട്ടുള്ള APയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, അന്നത്തെ എക്സാം പാറ്റേൺ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എക്സാം പാറ്റേൺ വളരെയധികം മാറിയിട്ടുണ്ട് അല്ലേ. ഈവൻ ഇൻ ദ AE ലെവലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ പോലും വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ജനറൽ നോളജ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇപ്പോൾ നമ്മളെ 100 മാർക്കിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. സോ ഇതിന് മുമ്പ് AP എക്സാം നടന്നപ്പോൾ അതിലെന്തുണ്ടായിരുന്നു, GK ഉണ്ടായിരുന്നു. ഇനി തീർച്ചയായിട്ടും GK ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അന്നത്തെ ഒരു മാർക്ക് വെയിറ്റേജ് നമ്മൾ സർവേൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 മാർക്കിനാണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സർവേ. ഓക്കെ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് GKയും കൂടി ഉണ്ടായിരുന്നു. ഇന്ന് GK ഇല്ല. ജനറൽ നോളജ് ഇത്തവണത്തെ എക്സാമിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. സോ ആ വെയിറ്റേജും കൂടി കവർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് പോലത്തെ ടോപ്പിക്സ് ആണ്. ഓക്കെ അല്ലേ? അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്സ് ആണ് ആ ഒരു GK എന്ന് പറയുന്ന ആ മാർക്കിലേക്ക് ഇനി കടന്നു കയറാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ നിങ്ങളെല്ലാവരും എന്ത് പഠിക്കണം, ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഇയറിലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ സീരീസ് ഇറക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വീഡിയോ ഫോർ ദ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ദാറ്റ് ടു ഇൻ സർവേയിങ് ആണ്. ഓക്കെ അല്ലേ? സോ കൂടുതൽ നീട്ടി വലിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് വാട്ട് ഈസ് സർവേ, എന്താണ് ഡെഫിനേഷൻ ഓഫ് സർവേ എന്നാണ്. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സർവേ ആണ്, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സർവേ ഈസ് നത്തിങ് ബട്ട് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻസ്. എന്താണ് ദ റിലേറ്റീവ് പൊസിഷൻസ്? വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ഓൺ ഗ്രൗണ്ട് ആണ്. പല പോയിന്റുകളുടെയും റിലേറ്റീവ് പൊസിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ടിൽ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സർവേയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ ഡെഫിനേഷൻ ഇറ്റ് സെൽഫ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന ഡയലോഗ് പ്രീവിയസ്ലി വന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇൻ എവറി സർവേ എക്സാംസ്, ഇൻ എവറി സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസ്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് പ്രീവിയസ് ഇയർ എക്സാമിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ എന്ത് ചെയ്യും, പോയിന്റ് ഔട്ട് ചെയ്യും. അതായത് നമ്മൾ എഴുതുന്ന പല സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ എഴുതുന്ന പല ഡയലോഗ്സും എന്തായിരിക്കും, പ്രീവിയസ്ലി വന്നിട്ടുള്ള എക്സാംസിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ലൈക്ക് ഈ പറയുന്ന ഡയലോഗ്, ഈ പറയുന്ന ഡെഫിനിഷൻ ഓഫ് ദ സർവേ ഇറ്റ് സെൽഫ് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ഓൺ ദ ഗ്രൗണ്ട് ആണ്. ഓക്കെ, നമുക്കറിയാം ബേസിക് സിവിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു എന്നല്ലാതെ പിന്നെ ഒരിക്കലും നമ്മൾ ബാക്കിയുള്ള ബ്രാഞ്ചുകാർ എന്താണ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും സിവിൽ നിന്നുള്ള എല്ലാ ടച്ചും വിട്ടുപോയിട്ടുണ്ടാവും. സോ അവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ഡിസ്കഷൻ പോവുക. ഓക്കെ അല്ലേ? യെസ്. സോ വാട്ട് യു മീൻ ബൈ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ് ഓൺ ഗ്രൗണ്ട്? വാട്ട് യു മീൻ ബൈ ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ് ഓൺ ഗ്രൗണ്ട് ആണ്. നിങ്ങൾ നോക്കിയേ, തൊട്ട് താഴെ നമ്മളൊരു ഹൈവേ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ, ഒരു റോഡാണ് കാണിച്ചിരിക്കുന്നത്. ഈ റോഡിൻ്റെ സെൻട്രൽ ലൈൻ അലൈൻമെൻ്റ് ആണ് അല്ലേ, ഇതാണ് അതിൻ്റെ സെൻട്രൽ ലൈൻ. ആ റോഡിൻ്റെ സെൻട്രൽ ലൈനാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു സ്ഥലത്തിലൂടെ, ഈ ഒരു ഏരിയയിലൂടെ നമുക്കൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണം. ആ റോഡിൻ്റെ സെൻട്രൽ ലൈൻ ഇന്ന അലൈൻമെൻറ്റിലായിരിക്കണം എന്ന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം അല്ലേ. ഇഫ് യു വാണ്ട് ടു കൺസ്ട്രക്ട് എ ഹൈവേ ഓർ റോഡ് ഓൺ ദിസ് പർട്ടിക്കുലർ ഏരിയ, നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്, ആദ്യം നിങ്ങൾ എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടത്, ഈ റോഡിൻ്റെ സെൻട്രൽ അലൈൻമെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. ഇസ്ന്റ് ഇറ്റ്? യെസ്. ആ സെൻട്രൽ അലൈൻമെൻറ്റ് നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആവുക? യെസ്, ആ സെൻട്രൽ അലൈൻമെൻറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് പല ഫാക്ടേഴ്സും ഡിസൈഡ് ചെയ്യും അല്ലേ. ഇവിടെ വരാൻ പോകുന്ന റോഡിൻ്റെ ട്രാഫിക്, ഇവിടുത്തുള്ള ആ ഒരു ലെവലിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ്, ഓക്കെ, കയറ്റമാണോ ഇറക്കമാണോ, മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, വെള്ളത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമുക്ക് ഡ്രെയിൻ ഓഫ് ചെയ്യണം. പല ഫാക്ടേഴ്സ് ഉണ്ട് അവിടെ. ഓക്കെ അല്ലേ? ആൻഡ് കൺസ്ട്രക്ഷനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇതിലെന്തുണ്ട്, ഇൻവോൾവ്മെൻ്റ് ആണ്. ബേസിക് ആയിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഈ ഒരു ഏരിയയിലൂടെ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. എന്നിട്ട് ആദ്യം നമ്മൾ ആ അലൈൻമെൻ്റ് ആണ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ അലൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ലൊക്കേറ്റ് എ നമ്പർ ഓഫ് പോയിന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് കുറേ പോയിന്റ്സ് ആദ്യം എന്ത് ചെയ്യണം, യെസ്
നമ്മുടെ സൗകര്യത്തിന് ആ അലൈൻമെൻറ്റിലൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഈ പോയിൻറ്റ്സുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് അവൈലബിൾ ആവുന്നത്? യെസ്, ഈ റോഡിൻ്റെ സെൻട്രൽ അലൈൻമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണ്ടേ? യെസ്, ഇങ്ങനെ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് സർവേ എന്ന് പറയുന്നത്. സോ സർവേ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓർ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ് ആണ്. ആ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ്, ശ്രദ്ധിക്കുക. റിലേറ്റീവ് പൊസിഷൻ, ഓക്കെ അല്ലേ? റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ആണ്. കുറേ പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സർവേയുടെ മുഖ്യമായ അജണ്ട, ഓക്കെ അല്ലേ? ഈ റിലേറ്റീവ് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ പറഞ്ഞേ, ഒരു പോയിന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, യെസ്, ഒരു പോയിന്റ് വി ക്യാൻ സേ വിത്ത് റെസ്പെക്ട് ടു അനദർ പോയിന്റ്, അല്ലേ? ഇവിടെയാണ് നമ്മളുള്ളത്. നമ്മൾ എ പോയിന്റിലാണെങ്കിൽ നമുക്ക് ബി പോയിന്റിനെ കുറിച്ച് അറിയണം, ഓക്കെ അല്ലേ? ബി പോയിന്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? നോക്കിയേ, ഇഫ് ഐ ഡ്രോപ്പ് എ വെർട്ടിക്കൽ ഫ്രം ബി, എയും ബിയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ എനിക്ക് ഡി എന്ന് പറയാം, അല്ലേ? എയും ബിയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ എനിക്ക് ഡി എന്ന് പറയാം. അതേപോലെ തന്നെ എയും ബിയും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ ലെറ്റ്സ് എ നമുക്ക് വി എന്ന് പറയാം, അല്ലേ? ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നിൽക്കുന്ന പോയിന്റ് എ ആണ്. നമ്മളെ പോയിന്റിൽ നിന്നും ബിയിലേക്ക് എന്ത് വേണം? വി നീഡ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്, അല്ലേ? ആൻഡ് ബിയിലേക്കുള്ള എന്തും വേണം? വെർട്ടിക്കൽ മെഷർമെൻറ്റ് വേണം. ഇത് രണ്ടും ബേസിക്കലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റൂ, ഓക്കെ അല്ലേ? നമുക്ക് മറ്റു പല കാര്യങ്ങളും വേണം, മിനിമം നമുക്ക് ഈ ഡിസ്റ്റൻസ് എങ്കിലും വേണം. ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് ദ ആംഗിൾ ടു ദ പോയിന്റ് ബി, അല്ലേ? ഇത് ഏതാണ് ആംഗിൾ? ഇത് വെർട്ടിക്കൽ ആംഗിൾ ആണ്, അല്ലേ? നിങ്ങൾ നോക്കിയേ, ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, അല്ലേ? ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ എടുത്തിരിക്കുന്ന യെസ് ഈ ഒരു വെർട്ടിക്കൽ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ വി ഹാവ് സം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, വി ഹാവ് സം വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ആൻഡ് ഓൾസോ ആ പോയിന്റിലേക്ക് നമുക്ക് എന്ത് വേണം? സർട്ടൺ ആംഗിൾസും വേണം. ഇത്തരത്തിലുള്ള മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ, ഇത്രയും മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, ഓക്കെ അല്ലേ? യെസ്, അതായത് ചുരുക്കി പറഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു ലൊക്കേറ്റ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് എ പോയിന്റ്, യു നീഡ് 2 ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ്, അല്ലേ? നിങ്ങൾക്കൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിലുള്ള മെഷർമെൻറ്റ്സ് വേണം. ഏതൊക്കെയാണത്? ഇത് ലീനിയർ മെഷർമെൻറ്റ്സ്, അല്ലേ? ആൻഡ് സെക്കൻഡ് വൺ ഇതാണ് ആംഗുലാർ മെഷർമെൻറ്റ്സ്, അല്ലേ? ഈ 2 ടൈപ്പ് മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, ഈ ലീനിയർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 രീതിയിലാവാം. ഏതൊക്കെയാണ്? ഒന്ന് ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ് ആവാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻറ്റ് ആവാം, അല്ലേ? നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ് എന്ന് പറയും. 2 പോയിന്റുകൾ തമ്മിലുള്ള നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻറ്റ് എന്ന് പറയും. ശ്രദ്ധിക്കുക, സർവേ ആയിട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത, അല്ലെങ്കിൽ സിവിലുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്കും കൂടി മനസ്സിലാവണം എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്, ഓക്കെ അല്ലേ? സോ ആ രീതിയിൽ എടുക്കുക ക്ലാസ്, ഓക്കെ? നൗ ആംഗുലാർ മെഷർമെൻറ്റും എന്താവാം? 2 രീതിയിലായിക്കൂടോ, അല്ലേ? യെസ്, ഇതൊക്കെ ബേസിക്സ് ആണ്, അല്ലേ? ദിസ് ക്യാൻ ബി ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെൻറ്റ് ആവാം, ദിസ് ക്യാൻ ബി എന്താവാം? വെർട്ടിക്കൽ ആംഗുലാർ മെഷർമെൻറ്റ് ആവാം, അല്ലേ? യെസ്, ഇഫ് യു ആർ മെഷറിംഗ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, അല്ലേ? 2 ലൈൻസ് ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഇല്ലേ? നമ്മൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് 2 ലൈൻസ് ഇങ്ങനെ വരികയാണ്. സോ അവർ തമ്മിലുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? യെസ്, ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറയാം. വെർട്ടിക്കൽ ആണെങ്കിലോ, വെർട്ടിക്കൽ വിൽ ബി യെസ് വെർട്ടിക്കൽ പ്ലെയിനുള്ള ആംഗിൾ ആയിരിക്കും, ലൈക്ക് വി ഡ്രോ, അല്ലേ? ഇതെന്താണ്? ദിസ് ഈസ് എ വെർട്ടിക്കൽ ആംഗിൾ, isn't it? യെസ്. സോ നമുക്ക് ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ, ദാറ്റ് ഈസ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് എ പോയിന്റ്. അതിന് വേണ്ടി നമുക്ക് എന്ത് മെഷർമെൻറ്റ് വേണം? യെസ്, വി നീഡ് എ ലീനിയർ മെഷർമെൻറ്റ്, വി നീഡ് എ ആംഗുലാർ മെഷർമെൻറ്റ്, വിച്ച് ക്യാൻ ബി എന്തൊക്കെ ആവാം? ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ആവാം, ഓക്കെ അല്ലേ? സോ നിങ്ങൾ സിമ്പിളായിട്ട് ഡെഫിനേഷൻ ചെയ്ത്, ഫസ്റ്റ് ഡെഫിനേഷൻ എന്തായിരുന്നു? യെസ്, നിങ്ങൾ എഴുതി കാണും. സർവേയുടെ ഫസ്റ്റ് ഡെഫിനേഷൻ എന്താണ്? നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നോട്ട് എഴുതി മുന്നോട്ട് പോകുക, ഓക്കെ അല്ലേ? നോട്ട് നമ്മൾ പ്രോപ്പർ ആയിരിക്കണം. നമുക്ക് പിന്നെയും നോക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റണം. യെസ്, സോ ഫസ്റ്റ് ഡെഫിനേഷൻ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സർവേ? അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും പറയാണ്. സോ സർവേ ഈസ് നത്തിങ് ബട്ട് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ്, എഴുതുക, നിങ്ങൾ നോട്ട് എഴുതുക, നോട്ട് പ്രിപ്പയർ ചെയ്യണം, കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ആണ്, ഓക്കെ അല്ലേ?
നെക്സ്റ്റ് പോയിന്റ് എഴുതുക. The relative position of points can be the relative positions of the points can be determined by taking the relative positions of points can be determined by taking linear measurements and angular measurements which can be horizontal and vertical. Linear measurements and angular measurements which can be എന്താവാം, which can be horizontal ആവാം അല്ലെങ്കിൽ vertical ആവാം, which can be horizontal and vertical ആവാം. യെസ്, ഈ സാർ ഓക്കെ? പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേറ്റീവ് പൊസിഷനെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് നാളെ നോക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? യെസ്. നൗ നമ്മൾ സർവേയുടെ തുടക്കമാണ്. ഓക്കെ, സോ സർവേയുടെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഈ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അവർ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ്ലി ബേസിക് സർവേ എന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ യെസ്, നമ്മൾ ഈ പറയാൻ പോകുന്ന തിയറി എല്ലാം എന്താണ്? ആ ക്വസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള തിയറിയാണ്. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻസും ഇതിലൂടെ ഇൻക്ലൂഡഡ് ആണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിയറീസും നമ്മൾ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, നൗ ഇഫ് യു ആർ സെയിങ് മോർ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സർവേ, നമുക്ക് നിർബന്ധമായിട്ടും പറയേണ്ട പോയിന്റാണ് ഇത്, ടൈപ്പ് ഓഫ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് സർവേ ഈസ് പ്ലെയിൻ സർവേ ആൻഡ് ജിയോമെട്രിക് സർവേ ആണ്. ഓക്കെ അല്ലേ? ഡെഫിനേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നമ്മൾ എന്തായാലും എഴുതാനുള്ള ആ ഒരു ഗ്യാപ്പും കൂടി നമ്മൾ തരും. ഓക്കെ അല്ലേ? പ്ലെയിൻ ആൻഡ് ജിയോമെട്രിക് സർവേ ആണ്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ വന്നിരിക്കുന്നത്, this classification of survey is based on the accuracy of the survey ആണ്. യെസ്, അത് ചോദ്യമാണ്. based on the accuracy of survey ആണ്. സോ നിങ്ങളോട് ചോദിക്കാം, what are the type of survey based on the accuracy of survey ആണ്. യെസ്, ഏതൊക്കെയാണത്? പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡെറ്റിക് സർവേ ആണ്. ഓക്കെ അല്ലേ? രണ്ട് സർവേകളേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ നോക്കാം, എന്താണ് പ്ലെയിൻ സർവേ? പ്ലെയിൻ സർവേ എന്താണ്? ഡെഫിനേഷൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ എഴുതേണ്ടത് ടൈപ്പ് ഓഫ് സർവേയിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ആക്യുറസി ഓഫ് സർവേ ആണ്. അതിൽ ഏതൊക്കെ വരാം? പ്ലെയിൻ ആൻഡ് ജിയോഡെറ്റിക് സർവേ വരാം. അതിൽ പ്ലെയിൻ സർവേ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഡെഫിനേഷൻ വായിക്കാം നമുക്ക്. നിങ്ങൾ എഴുതുകയും ചെയ്യണം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് നോട്ട് കൺസിഡേർഡ്, ഓർ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് എർത്ത് സർഫസ് ഈസ് അസ്യൂം ടു ബി ഫ്ലാറ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങൾ നോക്കിയേ, ശരിക്കും നമ്മുടെ എർത്ത് എന്താണ്? റൗണ്ട് എർത്താണ് അല്ലേ? എർത്ത് റൗണ്ടാണ്, നമുക്കറിയാം. പക്ഷെ നമ്മൾ ഏതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഏതൊരു റോഡ് കൺസ്ട്രക്ഷനും എന്ത് ടൈപ്പ് കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏത് ടൈപ്പ് കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എർത്ത് സർഫസ് ഏതെങ്കിലും ഘട്ടത്തിൽ റൗണ്ടായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദൂരേക്ക് നോക്കിയാലും നിങ്ങൾക്ക് എർത്ത് ഫ്ലാറ്റ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഈവൻ ദോ ദ എർത്ത് ഈസ് റൗണ്ട്. എർത്ത് റൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ദൂരം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടേ തോന്നുള്ളൂ അല്ലേ? സോ ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ സർവേകളും നടത്തുന്നത്. ദാറ്റ് ഈസ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ എർത്ത് സർഫസ് ഈസ് ഫ്ലാറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് അല്ലേ? ശരിക്കും അതെന്താണ്? റൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നുന്നത്. സോ അതുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എല്ലാ സർവേയും നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യും? ബൈ കൺസിഡറിങ് ദാറ്റ് എർത്ത് സർഫസ് ഈസ് ഫ്ലാറ്റ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ നടക്കുക. ഓക്കെ അല്ലേ? ഈവൻ ദോ എർത്ത് സർഫസ് ഈസ് റൗണ്ട് ആണ്, നമ്മൾ അങ്ങനെയല്ല. പ്ലെയിൻ സർവേയിൽ എങ്ങനെയാണ്? പ്ലെയിൻ സർവേയിൽ വി അസ്യൂം ദാറ്റ് ദ എർത്ത് സർഫസ് ഈസ് ഫ്ലാറ്റ് ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളൊരു പോയിന്റിൽ നിന്ന് നിങ്ങൾ മാക്സിമം ഡിസ്റ്റൻസ് വരെ നോക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് മാക്സിമം ഡിസ്റ്റൻസ് വരെ കാണാൻ പറ്റുന്ന ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. റൗണ്ട് ആയിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. ഈവൻ ദോ അല്ലേ, നമ്മൾ കടലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്താണ്? ഫ്ലാറ്റ് ആയിട്ട് തോന്നുള്ളൂ. ഓക്കെ, ദർ ഈസ് എ കർവേച്ചർ, ബട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ദ എർത്ത് സർഫസ് ഈസ് അസ്യൂം ടു ബി ഫ്ലാറ്റ് ആണ്. അങ്ങനെയുള്ള സർവേനാണ് നമ്മൾ എന്ത് പറയാം? പ്ലെയിൻ സർവേ എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ മറ്റൊരു പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ലിമിറ്റ് ആണ്. ഈ പ്ലെയിൻ സർവേക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങളുടെ പോയിന്റിൽ നിന്നും ഒരു 250 കിലോമീറ്റർ സ്ക്വയർ ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായി തോന്നിയേക്കാം? നിങ്ങൾക്കത് ഫ്ലാറ്റ് ഏരിയ ആയിട്ട് തോന്നിയേക്കാം. നിങ്ങളൊരു 500 കിലോമീറ്റർ സ്ക്വയർ ഏരിയ നോക്കുകയാണെങ്കിൽ, യെസ്, നിങ്ങളൊരു 500 കിലോമീറ്റർ സ്ക്വയർ ഏരിയ നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എർത്തിൻ്റെ കർവേച്ചർ കാണാൻ സാധിക്കും. അതായത് 250 കിലോമീറ്റർ സ്ക്വയർ വരെ എന്ന് പറയപ്പെടുന്ന ഏരിയക്കുള്ളിലാണ് നിങ്ങൾ എന്ത് സർവേ നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്ലെയിൻ സർവേ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ അല്ലേ? സോ ദ ലിമിറ്റ് ഓഫ് പ്ലെയിൻ സർവേ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിലും ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. പ്ലെയിൻ സർവേയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 250 കിലോമീറ്റർ സ്ക്വയർ ആണ്. നിങ്ങൾ അതിനു മുകളിലുള്ള ഒരു ഏരിയ ആണ് സർവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് കർവേച്ചർ ഓഫ് ദ എർത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അതായത് 250 കിലോമീറ്റർ സ്ക്വയർ വരെ എർത്ത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് തോന്നാം.
നമ്മൾ തോന്നലാണ്, ശരിക്കും എന്താണ്, കർവ്ഡ് ആണ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് പ്ലെയിൻ സർവേ ആണ്. സോ ഡെഫിനേഷൻ ചെയ്താൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് നോട്ട് കൺസിഡേർഡ് ഓർ ദ എർത്ത് സർഫസ് ഈസ് അസ്യൂംഡ് ടു ബി ഫ്ലാറ്റ് ആണ്. യെസ്, അതേപോലെ നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ സിസ്റ്റം ഡാസ് ജിയോഡിക് സർവേ ആണ്. യെസ്, നമ്മൾ പറഞ്ഞു പ്ലെയിൻ ആൻഡ് ജിയോഡിക് സർവേ ആണ്. ജിയോഡിക് സർവേയിൽ എങ്ങനെയാണോ എർത്ത് അങ്ങനെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്യല്ല, അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് കൺസിഡേർഡ്. കർവേച്ചർ ഓഫ് ദ എർത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് എർത്ത് റൗണ്ടാണ് നമുക്കറിയാം, നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, എർത്തിനെ കൺസിഡർ ചെയ്യും. അതായത് ജിയോഡിക് സർവേ എന്ന് പറയുന്നത് ശരിക്കും ശരിയായ സർവേ ആണ് അല്ലേ? പ്ലെയിൻ സർവേ ശരിക്കും തെറ്റല്ലേ? കാരണം എന്താണ്, റൗണ്ടായിട്ടുള്ള എർത്തിനെ നമ്മൾ അസ്യൂം ചെയ്യാണ് അത് പ്ലെയിൻ ആണെന്ന് അല്ലേ? സോ തീർച്ചയായിട്ടും അതിൽ ഒരു എറർ ഉണ്ടാകും. അതായത് ആക്യുറസി ലേശം കുറവായിരിക്കും, ലേശമല്ല കുറച്ചധികം കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ജിയോഡിക് സർവേ. അതായത് നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏതിൻ്റെ ബേസ്ഡ് ആയിരുന്നു? നമ്മൾ ഈ ടൈപ്പ് ഓഫ് സർവേ ക്ലാസിഫൈ ചെയ്തിരുന്നത് ബേസ്ഡ് ഓൺ ദ ആക്യുറസി ഓഫ് ദ സർവേ ആണ്. അതിൽ 2 ടൈപ്പ് സർവേ ഉണ്ട്, പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡിക് സർവേ. സോ ഏതാണ് മോർ ആക്യുറേറ്റ് എന്ന് ചോദിക്കാറുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം അല്ലേ, എർത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ നടത്തുന്ന സർവേ തീർച്ചയായിട്ടും ശരിയായിരിക്കണ്ടേ? യെസ്, സോ ദിസ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് സർവേ എമംഗ് ദീസ് പ്ലെയിൻ ആൻഡ് ജിയോഡിക് സർവേ. പ്ലെയിൻ സർവേ, ജിയോഡിക് സർവേ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആക്യുറേറ്റ് ഏതാണ്? ജിയോഡിക് സർവേ ആണ് തീർച്ചയായിട്ടും. ഓക്കെ അല്ലേ? നൗ ഇവിടെ യാതൊരു ലിമിറ്റും ഇല്ല അല്ലേ? ഇഫ് യു ആർ കണ്ടക്ടിങ് എ സർവേ ബിയോണ്ട് 250 km², അവിടെ എന്തുണ്ടാവും? കർവേച്ചർ ഓഫ് ദ എർത്ത് നമുക്ക് കൺസിഡർ ചെയ്തേ പറ്റൂ. ഓക്കെ അല്ലേ? സോ കർവേച്ചർ ഓഫ് ദ എർത്ത് കൺസിഡർ ചെയ്യുന്ന സർവേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, യെസ്, ഓക്കെ അല്ലേ? നൗ ഇവിടെ നമ്മളൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ലെവൽ ലൈൻ ആണ്. ഓക്കെ, ലെവൽ ലൈൻ്റെ ഡെഫിനേഷൻ നമുക്ക് ആദ്യം എഴുതിക്കോളൂ. ഇറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ് about which all the measurements are taken. അത്തരത്തിലുള്ള ഒരു ലൈനാണ് നമ്മൾ എന്താ പറയുക? ലെവൽ ലൈൻ എന്ന് പറയുക. നിങ്ങൾ ഡെഫിനേഷൻ എഴുതണം. ലെവൽ ലൈൻ, ഇറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ് ആണ്, about which all the measurements are taken. ഓക്കെ അല്ലേ? സോ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് സർവേ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് പ്ലെയിൻ സർവേ ആണ്, നമ്മൾ എഴുതി, ഡെഫിനേഷൻ എഴുതി, അതിൻ്റെ ലിമിറ്റ് നമ്മൾ എഴുതി. രണ്ടാമത്തെ ഏതാണോ? ജിയോഡിക് സർവേ ആണ്. ജിയോഡിക് സർവേ, യെസ്. എന്താണ് ജിയോഡിക് സർവേ? വി ആർ കൺസിഡറിങ് ദ എർത്ത് ആസ് ഇറ്റ് ഈസ് അല്ലേ? അതായത് കർവേച്ചർ ഓഫ് ദ എർത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ പ്ലെയിൻ സർവേയിൽ എങ്ങനെയാണ്? പ്ലെയിൻ സർവേയിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എർത്ത് സർഫസ് ഫ്ലാറ്റ് ആണെന്നാണ്. യെസ് അല്ലേ? വരച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഇനി എന്താണ് ലെവൽ ലൈൻ? ഇറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ് ആണ്. ഓക്കെ, സോ ഇഫ് യു ആർ ഡ്രോയിങ് എ ലെവൽ ലൈൻ ഓൺ ജിയോഡിക് സർവേ, യെസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം അല്ലെ? എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ്. ജിയോഡിക് സർവേയിൽ ഇതാണ് ലെവൽ ലൈൻ. ഇതാണ് ജിയോഡിക് സർവേയിലെ ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നൗ അത് പ്ലെയിൻ സർവേയിൽ വരയ്ക്കുകയാണെങ്കിലോ വളരെ സിമ്പിളാണ്. ഇതാണ് എന്ത്? പാരലൽ ടു ദ എർത്ത് സർഫസ് ലൈൻ. ഇതാണ് ഇവിടെ ഏത്? ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ലെവൽ ലൈൻ ഇൻ ജിയോഡിക് സർവേ ആൻഡ് പ്ലെയിൻ സർവേ? ലെവൽ ലൈൻ്റെ നേച്ചർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ ആദ്യം ലെവൽ ലൈൻ എന്താണെന്ന് അറിയണം. എന്താണ്? ഇറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു ദ എർത്ത് സർഫസ് ആണ്. നമുക്ക് പ്ലെയിൻ സർവേയിൽ എർത്ത് സർഫസ് ഫ്ലാറ്റ് ആണ്, ജിയോഡിക് സർവേയിൽ എർത്ത് സർഫസിന് കർവേച്ചർ ഉണ്ട്. സോ തീർച്ചയായിട്ടും ഇൻ പ്ലെയിൻ സർവേ ലെവൽ ലൈൻ വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ അല്ലേ? സോ എഴുതുക, ഇൻ പ്ലെയിൻ സർവേ ലെവൽ ലൈൻ, ദ നേച്ചർ ഓഫ് ദ ലെവൽ ലൈൻ ഈസ് സ്ട്രേറ്റ് ലൈൻ, ആൻഡ് ഇൻ ജിയോഡിക് സർവേ ദ നേച്ചർ ഓഫ് ദ ലെവൽ ലൈൻ ഈസ് കർവ്ഡ് ആണ് അല്ലേ? തീർച്ചയായിട്ടും, ബിക്കോസ് ദർ ഇസ് എ കർവേച്ചർ കൺസിഡേർഡ്. ഓക്കെ, ഇൻ ജിയോഡിക് സർവേ ദ നേച്ചർ ഓഫ് ദ ലെവൽ ലൈൻ ഈസ് കർവ്ഡ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ ചെറിയൊരു ടോപ്പിക്കിൽ നിന്ന് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ വീണ്ടും പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡിക് സർവേയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആദ്യം അത് എന്തിനെ ബേസ് ചെയ്താണ് ക്ലാസിഫൈ ചെയ്തത്? യെസ്, ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ആക്യുറസി ഓഫ് സർവേ ആണ്, വിച്ച് ക്യാൻ ബി പ്ലെയിൻ സർവേ ആവാം, ജിയോഡിക് സർവേ ആവാം. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ജിയോഡിക് സർവേ ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് സർവേ. ഓക്കെ, സോ അതിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് കർവേച്ചർ ഈസ് കൺസിഡേർഡ്?
എന്ന് പറഞ്ഞാൽ അതേതാണ്? തീർച്ചയായിട്ടും ജിയോഡിക് സർവേ ആണ്. വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് കർവേച്ചർ ഈസ് നോട്ട് കൺസിഡേർഡ്? അത് എത്രയാണ്? അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. ആൻഡ് പ്ലെയിൻ സർവേയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 250 km² ആണ്. വാട്ട് ഈസ് എ നേച്ചർ ഓഫ് ലെവലിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, വാട്ട് ഈസ് എ നേച്ചർ ഓഫ് ലെവലിംഗ് ലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ പ്ലെയിൻ സർവേ ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ, ഇൻ ജിയോഡിക് സർവേ ഇറ്റ് ഈസ് എ കർവ്ഡ് ലൈൻ. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് സർവേയിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വേർ ദ സർവേ ഇസ് കണ്ടക്റ്റഡ്. നിങ്ങൾ സർവേ എവിടെ കണ്ടക്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്താണ് അടുത്ത നമ്മുടെ ക്ലാസിഫിക്കേഷൻ വന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് സർവേ ആണ്. ലാൻഡ് സർവേ, നിങ്ങൾ ലാൻഡിലാണ് എന്ത് ചെയ്യുന്നത്? സർവേ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ടേംഡ് ആസ് ലാൻഡ് സർവേ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ അല്ലേ? നിങ്ങൾ ഗ്രൗണ്ട് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ സർവേ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ലാൻഡ് സർവേ ആണ്. ഓക്കെ, വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. നൗ ദിസ് ഇസ് എ വൺ, അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ഏറ്റവും കൂടുതൽ തവണ സർവേയിൽ ഏതൊരു എക്സാമിലും, അത് ബേസിക് ലെവലായാലും ശരി, ഹൈ ലെവലായാലും ശരി, ഏതൊരു ലെവലായാലും ശരി, ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ആദ്യം നമുക്ക് ഡെഫിനേഷൻ എഴുതാം, അല്ലേ? ലാൻഡ് സർവേ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ സർവേ കണ്ടക്ടഡ് ഓൺ ലാൻഡ് ആണ്. ഇഫ് യു ആർ കണ്ടക്ടിങ് ദ സർവേ ഓൺ ലാർജ് വാട്ടർ ബോഡീസ്, അല്ലേ, റിവർ, ഓഷ്യൻ, കനാൽ, അങ്ങനെയുള്ള വാട്ടർ ബോഡീസിലാണ് നിങ്ങൾ സർവേ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് പേരാണ് എന്താണ്? ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. സോ ഇതികൂടെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. ഇറ്റ് ഈസ് എ സർവേ കണ്ടക്ടഡ് on water bodies. ഓക്കെ അല്ലേ? യെസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതാണ് അവർ ഡയറക്റ്റായി ചോദിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ സർവേ കണ്ടക്ടഡ് ഓൺ വാട്ടർ ബോഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ABCD ഓപ്ഷനിൽ ഏതാണ് ആൻസർ? ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സർവേ ഈസ് ഏരിയൽ സർവേ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഏരിയൽ സർവേ ആണ്. നിങ്ങൾ നോക്കിയേ, ഏരിയൽ സർവേ നമുക്കിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മളെ എയർക്രാഫ്റ്റിൽ നമ്മൾ ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വലിയൊരു ലാൻഡ്, അല്ലെ, വലിയൊരു ഏരിയയുടെ ടോപ്പോഗ്രാഫിക്കൽ ഫോട്ടോ എടുക്കുകയാണ്. ഇങ്ങനെ മൊത്തം ഈ ലാൻഡിൻ്റെ നമ്മൾ എന്ത് ചെയ്യും? കുറേ ഫോട്ടോസ് എടുക്കും. ആ ഫോട്ടോസ് എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്യാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഏരിയൽ സർവേ എന്ന് പറയുക, അല്ലെങ്കിൽ ഫോട്ടോഗ്രാമട്രി എന്ന് പറയാറുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ പേര് അറിഞ്ഞിരുന്നാൽ മതി. അതിൽ കൂടുതലൊന്നും നമുക്ക് ബേസിക് ലെവലിലൊന്നും പഠിക്കാനില്ല. ഓക്കെ, യെസ്, ആ പേര് അറിഞ്ഞിരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അണ്ടർഗ്രൗണ്ട് സർവേ ആണ്. എന്ന് വെച്ചാൽ ഇഫ് യു ആർ കണ്ടക്ടിങ് ദ സർവേ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ, that is underground, that is termed as underground survey. Okay la? So that is the second classification. Okay, second classification is based on where the survey is conducted. എവിടെയാണ് നിങ്ങൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. യെസ്, നൗ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. that is termed as classification based on the instruments used ആണ്. നമ്മൾ ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സർവേ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ചെയിൻ സർവേ ഒക്കെ ആർക്കും ഓർമ്മ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെയ്ത സർവേകൾ ഏതൊക്കെയാണ്? ചെയിൻ സർവേ ആൻഡ് ലെവലിംഗ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കോംബോ സർവേയും ചെയ്തിട്ടുണ്ടാവും. സോ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയിൻ സർവേയും ലെവലിംഗും ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കോംബോ സർവേയും കൂടി ചെയ്തിട്ടുണ്ടാവും. സോ ചെയിൻ സർവേയും ലെവലിംഗ് അറിയാത്ത ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കേട്ട് പരിചയമെങ്കിലും ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ഇഫ് യു ആർ യൂസിങ് ചെയിൻ ടു മെഷർ സം ഡിസ്റ്റൻസ്, then that is termed as chain survey ആണ്. ഓക്കെ അല്ലേ? ഇഫ് യു ആർ യൂസിങ് ചെയിൻ ടു മെഷർ സം ഡിസ്റ്റൻസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരുന്നു ഡെഫിനേഷൻ ഓഫ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ് റിലേറ്റീവ് പൊസിഷൻസ് ആണ്, ഓഫ് പോയിന്റ് ആണ്. ആ റിലേറ്റീവ് പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ മെഷർ ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ് ഓർ വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻറ്റ്, അല്ലെങ്കിൽ എന്താവാം ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെൻറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗുലാർ മെഷർമെൻറ്റ് ആവാം. അതായത് ഒന്നെങ്കിൽ ലീനിയർ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ആംഗുലാർ മെഷർമെൻറ്റ് അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പോയിന്റും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ചെയിൻ സർവേ വഴി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സർവേ ഇൻ വിച്ച് ചെയിൻ ഈസ് യൂസ്ഡ്. അല്ലേ? ചെയിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള സർവേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെയിൻ സർവേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സർവേ ഇൻ വിച്ച് ചെയിൻ ഈസ് യൂസ്ഡ്. ആൻഡ് ഏത് ടൈപ്പ് മെഷർമെൻ്റ് ആണ് നമുക്ക് കിട്ടുക? ഏത് ടൈപ്പ് മെഷർമെൻ്റ് ആണ് ചെയിൻ വെച്ച് നമുക്ക് കിട്ടുക? യെസ്, നമുക്ക് we can measure horizontal linear measurement. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയിൻ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. വി ക്യാൻ യൂസ് ദ ചെയിൻ ടു മെഷർ ഹോറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ്. ഓക്കെ, അങ്ങനെ ബേസിക് ലെവലും ചോദ്യങ്ങൾ കാണാറുണ്ട്. ചെയിന് മെഷർ ചെയ്യുന്ന മെഷർമെൻറ്റ് ഏതാണ്? ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻ്റ് ആണ്.
ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും യൂസിങ് ചെയിൻ. അത്രയും പോയിന്റ് ഇവിടെ അറിഞ്ഞിരിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടോപ്പിക് ഏതാണ്? ചെയിൻ സർവേ ആണ്, പിന്നെ ലെവലിംഗ് ആണ്. യെസ്, വി വിൽ ബി ഡിസ്കസിങ് കോമ്പസ് സർവേ ഓൾസോ. ഓക്കെ അല്ലേ? കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ ദോ കോമ്പസ് സർവേ എന്താണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും കോമ്പസ് സർവേയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ അല്ലേ? സോ കോമ്പസ് സർവേയും കൂടി നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സർവേ, ദാറ്റ് ഈസ് ടേംഡ് ആസ് ടേപ്പ് സർവേ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇഫ് ടേപ്പ് ഈസ് യൂസ്ഡ് അതിന് നമ്മൾ എന്ത് പറയും? നമ്മൾ സാധാരണ ടേപ്പ് യൂസ് ചെയ്താണ് നിങ്ങൾ സർവേ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ടേപ്പ് സർവേ എന്ന് പറയും. നിങ്ങൾ പറഞ്ഞേ ഏത് ടൈപ്പ് മെഷർമെൻ്റ് ആണ് കിട്ടുക? അതാണ് ചോദ്യം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഒബ്വിയസ്ലി ചെയിൻ്റെ അതേ മെഷർമെൻ്റ് അല്ലേ, ചെയിൻ്റെ അതേ പർപ്പസ് തന്നെയാണ്. ചെയിന് പകരം നമ്മളിവിടെ ടേപ്പ് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ക്യാൻ മെഷർ ഹിയർ ഓൾസോ ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ്. വി ക്യാൻ മെഷർ ഹൊറിസോണ്ടൽ linear measurement. Is that okay? Yes, we can measure horizontal linear measurement. Now the third one is leveling ആണ്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്ത് കാണും. അതിപ്പോൾ ഏത് ബ്രാഞ്ചിലുള്ള ആൾക്കാരായാലും ശരി നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത രണ്ട് സർവേ ആയിരിക്കും, ഏത് ചെയിൻ സർവേ ആൻഡ് ലെവലിംഗ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്താണ് ചെറിയ ബുദ്ധിമുട്ട് കാണായിരിക്കും. പക്ഷേ നമുക്ക് ഈ രണ്ട് സർവേകൾ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ, വേറെ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, യെസ്. ആൻഡ് ഈ രണ്ട് പോർഷൻസ് വരുന്ന എല്ലാ ക്വസ്റ്റൻസും നമ്മുടെ ഈ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. യെസ്, ഓക്കെ അല്ലേ? നഷ്ടപ്പെടില്ല. നോക്കിയേ, ലെവലിംഗ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് 2-3 പോയിന്റുകൾ പറയാം. ഇറ്റ് ഈസ് ആൻ ODM ഇൻസ്ട്രുമെൻ്റ് ആണ്. നിങ്ങൾ നോട്ട് എഴുതി പോണേ. ഇറ്റ് ഈസ് ആൻ ODM ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇനി എന്താണ് ODMത്തിൻ്റെ ഫുൾ ഫോം ആണ് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഡിവൈസ് ആണ്. അത്തരത്തിലുള്ള ഒരു ഡിവൈസ് ആണ് ഇത് ലെവലിംഗ് എന്ന് പറയുന്നത്. ലെവലിംഗ് ഈസ് ആൻ ODM ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് ODM? ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണ്. ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഡിവൈസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ലെവലിങ്ങിൽ ഈ ഫിറ്റഡ് ആയിട്ടുള്ള ഈ സാധനത്തിനാണ് നമ്മൾ പറയുക അല്ല ടെലിസ്കോപ്പ് എന്നല്ലേ പറയുക ഇതിന്? യെസ്, ടെലിസ്കോപ്പ് എന്നല്ലേ പറയാം. ടെലിസ്കോപ്പിൽ എന്തൊക്കെയാണുള്ളത്? ടെലിസ്കോപ്പ് ഹാവിങ് സം ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് സം ഐ പീസ് അല്ലേ? എല്ലാവർക്കും അറിയാം, ക്യാമറ ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. യെസ്, ഇൻ എ ടെലിസ്കോപ്പ് വി വിൽ ബി ഹാവിങ് എ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ടെലിസ്കോപ്പ് ആണ്. അതായത് ഒപ്റ്റിക്കൽ സയൻസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഒബ്സർവ് ദ പോയിന്റ്സ് ആൻഡ് ടേക്കിംഗ് ദ മെഷർമെൻറ്റ്സ്. അതായത് വി ആർ യൂസിങ് എ ടെലിസ്കോപ്പ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ഓർ ടു മെഷർ ദ ആംഗിൾ. അങ്ങനെയുള്ള ഡിവൈസസിനെ നമ്മൾ ODM എന്ന് പറയും. സോ ODM എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ഡിവൈസസ് ഫിറ്റഡ് വിത്ത് എ ടെലിസ്കോപ്പ് ആണ്. എ ടെലിസ്കോപ്പ് ഫോർ ടേക്കിംഗ് മെഷർമെൻറ്റ്സ്. ഓക്കെ അല്ലേ? മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഡിവൈസിന് മുകളിൽ ടെലിസ്കോപ്പ് ഫിറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ODM എന്ന് പറയും. സോ ലെവലിംഗ് തീർച്ചയായിട്ടും എന്താണ്? ഒരു ODM ഡിവൈസ് ആണ്. ഈസ് ആർ ഓക്കെ? ലെവലിംഗ് ഈസ് ഒബ്വിയസ്ലി എ ODM ഡിവൈസ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഏത് മെഷർമെൻ്റ് ആണ് നമുക്ക് ലെവലിംഗിൽ കിട്ടുന്നത്? ഏത് ടൈപ്പ് മെഷർമെൻ്റ് ആണ്? ചെയിനിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ് കിട്ടും. ടേപ്പിലും നമുക്ക് എന്താണ് കിട്ടുന്നത്? സെയിം ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻ്റ് ആണ് കിട്ടുന്നത്. ഇവിടെ എന്താ കിട്ടുക? യെസ്, വി ക്യാൻ മെഷർ ദ വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻറ്റ്. ഇത് ചോദ്യമാണ്, വളരെ ബേസിക് ചോദ്യമാണിത്. വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻ്റ് ആണ് അല്ലേ? അതായത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഹൈറ്റ് അല്ലേ? ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഈസ് A, ദിസ് പോയിന്റ് ഈസ് B. ഇവർ തമ്മിലുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയാം. വെർട്ടിക്കൽ ഹൈറ്റ്. ആ വെർട്ടിക്കൽ ലീനിയർ ഹൈറ്റിനെ നമ്മൾ എന്തും കൂടി പറയാറുണ്ട്? എലിവേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല. എലിവേഷൻ ഓഫ് എ പോയിന്റ് ക്യാൻ ബി മെഷേർഡ്, ഓർ നമ്മൾ അതിനെ റെഡ്യൂസ്ഡ് ലെവൽ എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലേ? സോ ലെവലിംഗ് ഈസ് ഡൺ ബൈ എ ഇൻസ്ട്രുമെൻറ്റ് ടേംഡ് ആസ് ഏതാണ്? ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ? ഇത് കാണിച്ചിരിക്കുന്ന ഡംപി ലെവലാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരെന്താണ്? യെസ്, ലെവലിംഗ് ഈസ് ഡൺ യൂസിങ് എ ഡംപി ലെവലാണ്. നമുക്കറിയാം ഡംപി, DUMPY, ഡംപി ലെവലാണ്. ആൻഡ് ഡംപി ലെവൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഈസ് നത്തിങ് ബട്ട് ആൻ ODM ആണ്. ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക.
It is an ODM, optical distance measurement device. That is a device fitted with a telescope. അല്ലേ, അതിനാണ് നമ്മൾ ഓഡിയം എന്ന് പറയാം. ഏത് ടൈപ്പ് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും? വി ക്യാൻ മെഷർ വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻറ്റ്. അതിനെ നമ്മൾ എലിവേഷൻ എന്ന് പറയും. അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്നും പറയും. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് ലെവലിംഗ്. ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ചെയിൻ സർവേ. യെസ്, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഓക്കെ അല്ലേ? പക്ഷേ ഇതിലും എന്തുണ്ട്, നമ്മുടെ 1-2 ഒബ്ജക്റ്റീവ് പോയിന്റ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ദ തേർഡ് വൺ ആൻഡ് ദ നെക്സ്റ്റ് സർവേ ഈസ് കോമ്പസ് സർവേ ആണ്. ഈ കാണിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ്. നിങ്ങൾക്ക് ചിലപ്പം ഓർമ്മ ഉണ്ടാവാം, സിവിൽ പഠിച്ച എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിൽ ചിലവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യും, അവിടുത്തെ സിലബസിനെ ഡിപ്പെൻഡ് ചെയ്യും. നൗ ദിസ് ഈസ് എ കോമ്പസ് സർവേ. ഓക്കെ, കോമ്പസ് നമ്മൾ ഫോണിലും നമ്മുടെ കയ്യിലൊക്കെ കോമ്പസ് ഉണ്ട് അല്ലേ? നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി കോമ്പസ് യൂസ് ചെയ്യാറുള്ളത്. ഓൾസോ വി ക്യാൻ മെഷർ ഏതാണ്? യെസ്, ഏത് മെഷർമെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ചോദ്യമാണ്. ഓരോ ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് മെഷർമെൻറ്റ്സും. യെസ്, പറഞ്ഞേ, കോമ്പസ് സർവേയുടെ മെഷർമെൻറ്റ് ഏതൊക്കെയാണോ? ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെൻ്റ് ആണ്. ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെൻറ്റ് എന്ന് എഴുതി വെക്കുക. കോമ്പസ് ഈസ് യൂസ് ടു മെഷർ ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെൻറ്റ്. നമുക്ക് അത്രേ ഇതിൽ കൂടുതൽ പറയാനുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് പറയാനില്ല. യെസ്, ദ നെക്സ്റ്റ് ഈസ് വെരി ഫേമസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് തിയോഡലൈറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ദോ നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നും പഠിക്കാനില്ല, നമ്മൾ റഫായിട്ട് വളരെ ബേസിക് ആയിട്ട് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് എത്തരത്തിലുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടും എന്ന് നമ്മൾ അറിയണം. അത് നിർബന്ധമാണ്, അത് ചോദ്യമാണ്. ഓക്കെ അല്ലേ? നൗ ദിസ് ഈസ് തിയോഡലൈറ്റ്. യെസ്, തിയോഡലൈറ്റിൽ എഴുതുക. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ both horizontal and vertical angle. ഓക്കെ അല്ലേ? 2 ആംഗുലാർ മെഷർമെൻറ്റും കിട്ടും. സോ ചെയിൻ ഏതായിരുന്നു? ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻ്റ് ആണ്. ടേപ്പ് ഏതാണ്? ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻ്റ് ആണ്. ലെവലിംഗ് ഏതാണ്? വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻ്റ് ആണ്. കോമ്പസ് ഏതാണ്? ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെൻറ്റ് മാത്രമാണ്. പക്ഷേ തിയോഡലൈറ്റ് വന്നാലോ? തിയോഡലൈറ്റ് ക്യാൻ മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ. യെസ്, ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് തിയോഡലൈറ്റ്. നിങ്ങൾ നോക്കിയേ, ഈ കാണുന്ന സാധനം എന്താണോ? ടെലിസ്കോപ്പ് അല്ലേ? യെസ്, നമ്മൾ പറഞ്ഞു ടെലിസ്കോപ്പ് ഫിറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് നമ്മൾ എന്താ പറയാറുള്ളത്? ദാറ്റ് ഈസ് ടേംഡ് ആസ് ഓഡിയം. സോ തിയോഡലൈറ്റ് ഈസ് ഓൾസോ ആൻ ഓഡിയം. എന്തിനാ അറിയും ഇങ്ങനെ പറയാൻ കാരണം? ബേസിക് ആയിട്ട് ചോദിക്കാം അവർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ നോട്ട് ആൻ ഓഡിയം എന്ന് ചോദിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓഡിയം? ഓഡിയം അല്ലാത്ത ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ, ABCD ഓപ്ഷൻസിൽ നമുക്കറിയാൻ പറ്റണം അല്ലേ? തിയോഡലൈറ്റിൽ ടെലിസ്കോപ്പ് ഉണ്ട്, ഡംബി ലെവലിൽ ടെലിസ്കോപ്പ് ഉണ്ട്. സോ അതെല്ലാം എന്താണ്? ഓഡിയമാണ്. അങ്ങനെ ടെലിസ്കോപ്പ് യൂസ് ചെയ്യാത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദീസ് ഓൾ ആർ ഓഡിയം ഇൻസ്ട്രുമെൻറ്റ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ഈസ് ദാറ്റ് ഓക്കെ? ഓക്കെ, നൗ ദ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ദാറ്റ് ഈസ് ടേംഡ് ആസ് സെക്സ്റ്റൻ്റ് ആണ്. സെക്സ്റ്റൻ്റ്, യെസ്, സെയിം പർപ്പസ് ആണ്. ഓക്കെ അല്ലേ? ഇറ്റ് യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ. യെസ്, വീണ്ടും തിയോഡലൈറ്റ് പോലെ തന്നെ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് സെക്സ്റ്റൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ തിയോഡലൈറ്റ് ഒരു മേജർ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു മോസ്റ്റ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് മൈനർ ഇൻസ്ട്രുമെൻ്റ് ഇൻ സർവേ ആണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് എ മൈനർ ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ? ആൻഡ് ഓപ്ഷൻ എ തിയോഡലൈറ്റ് ആണ്, ഓപ്ഷൻ ബി സെക്സ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? തീർച്ചയായിട്ടും യു വിൽ ഗോ ഫോർ തിയോഡലൈറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അതാണ് കൂടുതൽ ആക്യുറസിയോട് കൂടി നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ തരുന്നത് മോർ ദാൻ സെക്സ്റ്റൻ്റ് ആണ്. ഈസ് ആർ ഓക്കെ? യെസ്, ഇറ്റ് ഈസ് എ മൈനർ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആണ്. ഈ ഡീറ്റെയിൽ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിയണ്ട, അത്ര ഡീറ്റെയിൽ അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് ഈസ് ക്ലിനോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ക്ലിനോമീറ്റർ. യെസ്, അനദർ ആംഗുലാർ മെഷർമെൻറ്റ് ഡിവൈസ് ആണ്. അല്ലെ, നിങ്ങൾക്ക് കാണാം അതിലെ പ്രൊട്രാക്ടർ പോലെ 0 to 180 degree ആംഗുലാർ മെഷർമെൻറ്റ്സ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ, എഴുതുക, ഇറ്റ് ഈസ് യൂസ് ടു മെഷർ വെർട്ടിക്കൽ ആംഗിൾ ഓൺലി. വെർട്ടിക്കൽ ആംഗുലാർ മെഷർമെൻറ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ, യെസ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വെർട്ടിക്കൽ ആംഗുലാർ മെഷർമെൻ്റ് ആണ്. ശ്രദ്ധിക്കുക,
വെർട്ടിക്കൽ ആംഗിളിനെ നമ്മൾ ഇതാ നോക്കിയേ, ഇതാണ് ഹൊറിസോണ്ടൽ ലെവലുള്ളത് അല്ലേ, ഇതല്ലേ ഹൊറിസോണ്ടൽ ലെവൽ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ പോയിരിക്കുകയാണ്, ദിസ് ഇസ് എ ലൈൻ എ ബി അല്ലേ. ഈ എ ബിയുടെ ഈ ആംഗിളാണ് എന്ത് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് തീറ്റ ഈസ് നത്തിങ് ബട്ട് ദ വെർട്ടിക്കൽ ആംഗിൾ ആണ് അല്ലേ. ഇതല്ലേ വെർട്ടിക്കൽ ആംഗിൾ, ഇതിനല്ലേ നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം അല്ലേ. നിങ്ങൾ നോക്കിയേ, ഈ വെർട്ടിക്കൽ ആംഗിളിനെ നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ദ വെർട്ടിക്കൽ ആംഗിൾ ഓഫ് ദ ലൈൻ എ ബി എന്ന് പറഞ്ഞാലും സ്ലോപ്പ് ഓഫ് ദ ലൈൻ എ ബി എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. നോക്കിയേ അല്ലേ, ഇതാണ് y എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇതാണ് x എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ സ്ലോപ്പ് വിൽ ബി ഈസ് ഈക്വൽ ടു, സ്ലോപ്പിനെ നമുക്ക് എങ്ങനെയും പറയാം, യെസ് ഇറ്റ് ഈസ് ഓൾസോ y/x എന്നും പറയാറില്ലേ. സോ നമുക്ക് എങ്ങനെ പറയാം, വെർട്ടിക്കൽ ആംഗിൾ ഓർ സ്ലോപ്പ് ഓഫ് എ ലൈൻ, സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ അല്ലേ. സോ ഓപ്ഷൻ ശ്രദ്ധിക്കണം. വെർട്ടിക്കൽ ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് മെഷർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ അല്ലേ. ഇറ്റ് ഈസ് ഓൾ സെയിം, എവറിത്തിങ് ഈസ് സെയിം. സ്ലോപ്പ് ഓഫ് എ ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗുലർ മെഷർമെൻറ്റ്, യെസ് ഇറ്റ് ഈസ് ക്ലിനോമീറ്റർ ആണ്. നെക്സ്റ്റ് ഈസ് ടോട്ടലൈസേഷൻ ആണ്. യെസ്, ഇതാണ് മെയിൻ ടീം. ഇതാണ് സർവേയിൽ ഇന്ന് എത്തി നിൽക്കുന്ന ഏറ്റവും അഡ്വാൻസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. വൺ ഓഫ് ദ അഡ്വാൻസ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻ സർവേ. നമ്മൾ പറഞ്ഞു നമുക്ക് 4 ടൈപ്പ് മെഷർമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ് അല്ലേ, ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ്. യെസ്, സെക്കൻഡ് വൺ ഈസ് vertical linear measurement. Third one is horizontal angular measurement. പിന്നെ ഏതാണ് ഉള്ളത്? ഫോർത്ത് വൺ ഈസ് vertical angular measurement അല്ലേ. ഈ 4 മെഷർമെൻറ്റും മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഏത്? യെസ്, ഈ കാണിച്ചിരിക്കുന്ന ടോട്ടലൈസേഷൻ എന്ന് പറയുന്നത്. ടോട്ടലൈസേഷൻ ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ബി യൂസ് ടു മെഷർ all the type of measurement. Horizontal and vertical linear measurement, horizontal and vertical angular measurement. നമുക്ക് വേണ്ട എല്ലാ ടൈപ്പ് മെഷർമെൻറ്റും തരും ആര്? ടോട്ടലൈസേഷൻ. നോക്കിയേ, വെരി അഡ്വാൻസ്ഡ് എക്യുപ്മെൻ്റ് ആണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. യെസ്, വി ആർ ഹാവിങ് എ ഡിസ്പ്ലേ ഓവർ ഹിയർ. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പോയിന്റിന് നമുക്ക് എവിടെയാണോ ഒബ്സർവേഷൻ നടത്തേണ്ടത്, ഏത് പോയിന്റാണോ കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റിലേക്ക് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനൊന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് നിർത്തിയാൽ മതി. ബാക്കിയെല്ലാം ഈ ഓട്ടോമാറ്റിക് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഓക്കെ അല്ലേ. ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെൻസിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, കാൽക്കുലേഷൻസും കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ അങ്ങനെ ചെയ്യേണ്ട, എല്ലാം ഈ പറയുന്ന ഡിജിറ്റലി ഫിറ്റഡ് മൈക്രോ ചിപ്പ് നമുക്ക് ചെയ്തു തരും. റിസൾട്ട് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. എനി ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ് ക്യാൻ ബി മെഷേർഡ്. എനി ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നൗ ദിസ് ഈസ് അനദർ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് ടേംഡ് ആസ് EDM. ഓക്കെ, നമ്മൾ എന്തിനാണോ ഈ പറയുന്നത്, ഏത് ഇൻസ്ട്രുമെൻറ്റ് ഏത് മെഷർമെൻറ്റ് തരും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. യെസ്, EDM എന്താണ്? ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഡിവൈസ് ആണ്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഒന്ന് അത് ചോദ്യമാണ്. EDM ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഡിവൈസ്. ഓക്കെ അല്ലേ. യെസ്, ഇതെല്ലാം അഡ്വാൻസ് സർവേയിൽ വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള പോർഷൻസ് ആണ്. വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഇതിൻ്റെ പേരും ഏത് മെഷർമെൻറ്റും എന്നതിൽ ഉപരി നമുക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ലെവലിൽ നമുക്ക് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ. യെസ്, ഇനി അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഈ EDM അതായത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഡിവൈസ് ഈസ് യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻ്റ് ആണ്. ഈസ് ആർ ഓക്കെ? യെസ്, ലീനിയർ മെഷർമെൻറ്റ്, ഈ 2 ലീനിയർ മെഷർമെൻറ്റും എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഏത്? നമ്മുടെ EDM എന്ന് പറയുന്നത്. ഈസ് ആർ ഓക്കെ? യെസ്, ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വാട്ട് വാസ് സർവേ അല്ലേ. സർവേയുടെ ഇൻട്രൊഡക്ഷൻ എന്തായിരുന്നു? യെസ്, എന്തായിരുന്നു സർവേയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ് ആണ്. അതിനുവേണ്ടി ലീനിയർ ആൻഡ് ആംഗുലർ മെഷർമെൻറ്റ്സ് വേണം. അങ്ങനെ പലതരത്തിലുള്ള മെഷർമെൻറ്റ് നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ചാണ് മെഷർ ചെയ്യുന്നത്. ആ ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ്. സോ സർവേ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് സർവേ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്. നമുക്ക് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് ഇൻസ്ട്രുമെൻറ്റ് ഏത് മെഷർമെൻറ്റ് തരുന്നു എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഈവൻ ഇൻ ദ ബേസിക് എക്സാംസിലും ഈവൻ ഫോർ എനിബഡി ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ചോദ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ. യെസ്. നൗ നമുക്ക് ഇത്രയും നേരം ചെയ്ത ഈ പോർഷനിൽ നിന്നും ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. 1-2 ക്വസ്റ്റ്യൻസ് വളരെ അല്ലേ. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ. എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കിയേ, ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. യെസ്, ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ചേ.
ജിയോഡറ്റിക് സർവേയിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്ലെയിൻ സർവേ ബിക്കോസ് ഓഫ് എന്നാണ് ചോദ്യം. യെസ്, നമ്മൾ പറഞ്ഞു സർവേ ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ ആക്യുറസി ഓഫ് സർവേ. ദാറ്റ് ക്യാൻ ബി പ്ലെയിൻ സർവേ ആവാം, ജിയോഡറ്റിക് സർവേ ആവാം. നിങ്ങൾ നോക്കിയേ, ജിയോഡറ്റിക് സർവേ ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്ലെയിൻ സർവേ. എന്താണ് ഡിഫറൻസ്? ഇൻ ജിയോഡറ്റിക് സർവേ കർവേച്ചർ ഈസ് കൺസിഡേർഡ്. ഇൻ പ്ലെയിൻ സർവേ കർവേച്ചർ ഈസ് നോട്ട് കൺസിഡേർഡ്. നോക്കിയേ, ദ കർവേച്ചർ ഓഫ് ദ എർത്ത്, the large difference in elevation between the various points, coverage of very large area, undulations. എന്താണ് പോയിന്റ്? യെസ്, ഇൻ ജിയോഡറ്റിക് സർവേയിങ് ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് കൺസിഡേർഡ്, while in plane survey curvature of the earth is not considered. Okay അല്ലേ? അതല്ലേ മെയിൻ ഡിഫറൻസ്? യെസ്, ദാറ്റ് ഈസ് എ മെയിൻ ഡിഫറൻസ്. ദാറ്റ് ഈസ് ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് ദ മെയിൻ ഡിഫറൻസ് between the geodetic and plane survey. Okay അല്ലേ? Now look at this question. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒന്നും നമുക്ക് എന്താണ് വളരെ സിമ്പിളായി തോന്നുന്ന പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൈഡ്രോഗ്രാഫിക് സർവേ ഡീൽസ് വിത്ത് ദ മാപ്പിംഗ് ഓഫ്. ഹൈഡ്രോഗ്രാഫിക് സർവേ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സർവേ ഓഫ് ലാർജ് വാട്ടർ ബോഡീസ് ആണ്, അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ആണ്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഇസ്ന്റ് ഇറ്റ്? യെസ്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്കാണ് വളരെ സിമ്പിൾ ടോപ്പിക്സ് ആണ്, വളരെ സിമ്പിൾ ടോപ്പിക്സ് ആണ്. യെസ്, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുന്നു. നോക്കിയേ, ദ സർവേയിങ് ഇൻ വിച്ച് കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ദ സർവേ ഇൻ വിച്ച് കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. യെസ്, എന്താണ്? ജിയോഡറ്റിക് സർവേ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബേസിക് സർവേയിൽ നിന്ന് വരിക. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം നമുക്ക്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മൾ പറഞ്ഞു നമ്മൾ എഴുതിയ പോയിന്റ് എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദ കർവേച്ചർ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഓൺലി ഇഫ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ ഈസ് മോർ ദാൻ. അല്ലേ? ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലാകുമ്പോൾ മാത്രമേ നമ്മൾ എർത്ത് കർവേച്ചർ കൺസിഡർ ചെയ്യുള്ളൂ. എത്രയാണ് ഏരിയ? എത്രയാണ് ഏരിയ? യെസ്, 250 കിലോമീറ്റർ സ്ക്വയർ എന്നാണ് ഓക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ നിയർ ബൈ വാല്യൂ എത്രയാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ദാറ്റ് ഈസ് 260 കിലോമീറ്റർ സ്ക്വയർ. സോ 260 കിലോമീറ്റർ സ്ക്വയർ വരെ നമ്മൾ സർവേ നടത്തി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പ്ലെയിൻ സർവേ ആയിരിക്കും. അതിന് ബിയോണ്ട് ആണ് നിങ്ങൾ ഏരിയ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ geodetic survey because we have to consider the curvature. Okay, so the curvature of the earth surface is taken into account only if the survey area extends more than 260 kilometer square. Option C is the answer in this case. Okay, 250 എന്നാണ് കാണാറുള്ളത് സ്ഥിരം. 260 കണ്ടു കഴിഞ്ഞാലും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. യെസ്, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഒന്ന് മാത്രം വന്നിട്ടുള്ള എ സിസ്റ്റം ഓഫ് സർവേയിങ് ഇൻ വിച്ച് സൈഡ്സ് ഓഫ് വേരിയസ് ട്രയാങ്കിൾസ് ആർ മെഷേർഡ്. അല്ലേ? ട്രയാങ്കിളിൻ്റെ സൈഡുകൾ മെഷർ ചെയ്യാണ്. അത് ലീനിയർ മെഷർമെൻ്റ് അല്ലേ? യെസ്. ഡയറക്ട്ലി ഇൻ ദ ഫീൽഡ് വിത്ത് എ ചെയിൻ ആൻഡ് നോ ആംഗുലാർ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ. യെസ്, ചെയിൻ വെച്ചിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ മെഷർ ചെയ്യുന്നുണ്ട് ആൻഡ് നോ ആംഗുലാർ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് സർവേ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. തിയോഡലൈറ്റ് സർവേ ആണോ? അല്ല. തിയോഡലൈറ്റ് സർവേയിൽ ആംഗിൾ മാത്രമേ മെഷർ ചെയ്യുള്ളൂ. പ്ലെയിൻ ടേബിൾ സർവേ അല്ല. കോമ്പസ് സർവേയിൽ ആംഗിൾ മാത്രമേ മെഷർ ചെയ്യുള്ളൂ. ചെയിൻ വെച്ച് ലീനിയർ മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിനെ ചെയിൻ സർവേ എന്ന് പറയും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, യെസ്. ഓക്കെ അല്ലേ? ലെറ്റ്സ് ഡു വൺ മോർ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഡു വൺ മോർ ക്വസ്റ്റ്യൻ. യെസ്, ഇത് വായിച്ചു നോക്കിയേ. ദ ഇൻസ്ട്രുമെന്റ് an instrument used for measuring horizontal and vertical angles both accurately. See, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. an instrument used for measuring horizontalum വേണം verticalum angular measurements accurately ആണ്. ആക്യുറേറ്റ്ലി ആണ്. കോമ്പസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കോമ്പസ് ഏത് മാത്രമേ മെഷർ ചെയ്യുള്ളൂ? ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രമേ മെഷർ ചെയ്യുള്ളൂ. തിയോഡലൈറ്റ് വെച്ച് യെസ് മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആൻസർ ഫോർ ഷുവർ. അല്ലേ? സെക്സ്റ്റൻറ്റും ഉണ്ട് ഇവിടെ, ബോക്സ് സെക്സ്റ്റൻറ്റ് അല്ലെങ്കിൽ സെക്സ്റ്റൻ എന്ന് പറയും. നമുക്കറിയാം സെക്സ്റ്റൻറ്റും ഈസ് യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ. പക്ഷേ ആക്യുറേറ്റ്ലി എന്ന് ചോദിക്കുമ്പോൾ, ആക്യുറേറ്റ്ലി എന്ന് ചോദിച്ചില്ലെങ്കിലും ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഓൾവേസ് ഗോ ഫോർ ഏതാണ്? തിയോഡലൈറ്റ് ആണ്. ആൻഡ് ക്ലിനോമീറ്റർ ഏതായിരുന്നോ? ക്ലിനോമീറ്റർ ഏതായിരുന്നു? ക്ലിനോമീറ്റർ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ വെർട്ടിക്കൽ ആംഗുലാർ മെഷർമെൻ്റ് ആണ്. ക്ലിയർ ആണോ? സോ ഇത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ എന്താണ് വളരെ ക്ലോസ് ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഏത് ടൈപ്പ് മെഷർമെൻ്റ് ആണ് ഓരോ ഇൻസ്ട്രുമെൻറ്റും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? ഇത് വെറും ഇൻട്രൊഡക്ഷൻ മാത്രമാണ് സർവേയുടെ. ഓക്കെ അല്ലേ? നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ചെയിൻ സർവേ ആൻഡ് ലെവലിംഗ് ആണ്. ഓക്കെ, യെസ്, വി വിൽ ബി സീയിങ് ദാറ്റ് ഇൻ ദ ഫർദർ കമ്മിങ് സെക്ഷൻ. അതുവരെ താങ്ക് യു.